അതൊരു സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് കാണാം. മുഖാമുഖം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു, ഇന്നലെ ഉണ്ടായ വാർത്തകളുടെ തുടർ വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നല്ലേ. അപ്പോൾ ഇന്നലെ നിങ്ങൾ അറിഞ്ഞൊരു വാർത്ത ഞങ്ങൾ ഒന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. കാണാത്ത പ്രേക്ഷകർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കൊല്ലത്ത് ശുചീകരണ തൊഴിലാളിയുടെ സമയോചിതമായ ഇടപെടൽ കാരണം വൻ ദുരന്തം ഒഴിവായ സംഭവം. ട്രെയിൻ പുറപ്പെടാൻ സെക്കൻഡുകൾ മാത്രമുള്ളപ്പോഴാണ് ട്രാക്കിലെ വിള്ളൽ ശുചീകരണ തൊഴിലാളി സൈനബയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് സിനിമാ കഥയെ വെല്ലുന്ന സംഭവങ്ങളാണ് നടന്നത്. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടി ഈ റിപ്പോർട്ട് കാണിക്കുകയാണ്. അത് എന്തിനാണ് എന്ന് അതിശയിക്കുന്നുണ്ടാവും നിരവധി പേർ. അതിന് കാരണം ഈ റിപ്പോർട്ടിന് ശേഷം പറയാം. കൊല്ലം കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളിയായ സൈനബ ജോലിക്കെത്തി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രാക്കിന് സമീപത്തുമുള്ള മാലിന്യങ്ങൾ മാറ്റുന്നതിനിടെയാണ് ട്രാക്കിലെ വിള്ളൽ ശ്രദ്ധയിൽപ്പെടുന്നത്. ആലോചിച്ചു നിൽക്കാൻ സൈനബയുടെ മുന്നിൽ അധിക സമയമുണ്ടായിരുന്നില്ല. മാലിന്യം നിറച്ച ചാക്ക് വിള്ളൽ കണ്ട ഭാഗത്ത് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധ ക്ഷണിക്കും വിധം അടയാളം ചെയ്ത ശേഷം റെയിൽവേ ട്രാക്കിലൂടെ സ്റ്റേഷനിലേക്ക് സൈനബ ഓടി. ഈ സമയം കൊല്ലം ആലപ്പുഴ പാസഞ്ചർ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങിയിരുന്നു. ട്രാക്ക് ക്ലീൻ ചെയ്ത് വന്നപ്പോഴാണ് ഈ വിള്ളൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ഉടൻ തന്നെ കൊല്ലം ആലപ്പുഴ പാസഞ്ചർ വിട്ടു നീങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വേസ്റ്റ് പാത്രം വിള്ളലിൻ്റെ അവിടെ അടയാളം വെച്ച് ഞാൻ ഓടി കയ്യുമൊക്കെ കാണിച്ച് അങ്ങനെ ആ മൂവായ വണ്ടി നിർത്തി നോക്കിയപ്പോഴാണ് നല്ലൊരു വിള്ളലായിരുന്നു. എങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു എന്നെല്ലാം ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അവരതിൻ്റെ മെയിൻ്റെനൻസ് പണിയെല്ലാം ചെയ്തു. വണ്ടി വിട്ടൊന്നു. ഉടൻ തന്നെ ലോക്കോ പൈലറ്റും ഗാർഡും ട്രെയിനിൽ നിന്നിറങ്ങി വിള്ളൽ കണ്ട ഭാഗത്തെത്തി പരിശോധന നടത്തി. ഉടൻ റെയിൽവേ ഉദ്യോഗസ്ഥരെത്തി വിള്ളൽ മാറ്റുകയായിരുന്നു. സൈനബയുടെ ജാഗ്രതയും ഇടപെടലും കൊണ്ട് ഒഴിവായത് വൻ ദുരന്തമാണ്. സൈനബയുടെ ഇടപെടലിനെ ട്രെയിനുകളിലെ യാത്രക്കാരും റെയിൽവേ ഉദ്യോഗസ്ഥരും അഭിനന്ദിച്ചു. 1996 മുതൽ റെയിൽവേയിൽ താൽക്കാലിക ശുചീകരണ തൊഴിലാളിയാണ് സൈനബ. ആർ അരുൺരാജ്, 24 കൊല്ലം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ സർപ്രൈസ് നമ്മൾ പൊളിക്കുകയാണ്. ഈ കഥയിലെ നായിക സൈനബ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണെന്ന് വിമൻസ് ഈവനിങ്ങിൽ. സൈനബ ചേച്ചി, ഗുഡ് ഈവനിങ്, നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ, ഇത്രയും നല്ല ഒരു കാര്യം ഇത്രയും ധൈര്യത്തോടുകൂടെ ഇച്ഛാശക്തിയോടുകൂടെ ചെയ്തതിന്. അപ്പോൾ ചോദിക്കാനുള്ളത്, ഈ പറയുന്നത് പോലെ പെട്ടെന്ന് അങ്ങനെ ഒരു വിള്ളൽ കാണുമ്പോൾ സാധാരണ ഒരാളിന് പെട്ടെന്നൊരു അങ്കലാപ്പാ തോന്നുന്നു, എന്ത് ചെയ്യണം എന്ന് നമുക്കൊരു സംശയം തോന്നുക. അപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കുക, പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത്, കൃത്യമായി ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. എന്താണ് അപ്പോൾ മനസ്സിൽ കൂടെ പോയത്, എങ്ങനെയാണ് ആ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്? ഞാൻ ഉദ്ദേശം ഒരു 9:30 കഴിഞ്ഞ സമയത്താണ് ഞാൻ ആ ലൊക്കേഷനിൽ ഇങ്ങനെ ട്രാക്ക് ക്ലീൻ ചെയ്ത് പോകുന്നത്. ഞാൻ ചെന്നു അങ്ങപ്പോൾ ഇങ്ങനെ ഞാനൊന്ന് നോക്കിയപ്പോൾ ആ ട്രെയിൻ പാളത്തിൽ എന്തോ ഒരു കയറ്റ ഇറക്കം കണ്ടു. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു. പെട്ടെന്ന് തന്നെ സ്പീഡിന് നടന്നു. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ഇത് 2 കഷ്ണമായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് പിളർന്നിരിക്കുന്നത് കണ്ടത്. അന്നേരം തന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്താണെന്ന് എൻ്റെ സമനില അങ്ങ് തെറ്റി. ഞാൻ പെട്ടെന്ന് കൊട്ടയെടുത്ത് അവിടെ വെച്ചാൽ അപ്പോഴത്തേക്ക് ആലപ്പുഴ പാസഞ്ചർ മൂവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലൈനിൽ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് ഓടിയെന്ന് പറഞ്ഞാൽ ട്രാക്കിൽ കൂടാണ് ഓടുന്നത്, ഹൈവേ കൂടാണ് ഓടുന്നത്, മെറ്റിൻ്റെ പുറത്താണ്. എനിക്കൊരു തിട്ടവുമില്ല. ഞാൻ നല്ല സ്പീഡെടുത്ത് ഓടി കൈ രണ്ടും പൊക്കി കാണിച്ച് ഈ മൂവായി വന്ന വണ്ടി പെട്ടെന്ന് എൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്ക് നിർത്തിയിട്ട് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറയും, സാറേ അതാണ്ട് അവിടെ ഒരു വിള്ളൽ. ഇപ്പോൾ എവിടെ? ഞാൻ പറയും, സാറേ കൊട്ട വെച്ചേക്കുന്ന ആ ഭാഗത്ത് ഞാൻ അടയാളം വെച്ചേക്കുക. അങ്ങനെ എന്തായാലും അവർ ഇറങ്ങി വന്ന് കണ്ട്, അയ്യോ ഇത് നല്ലൊരു വിള്ളലാണല്ലോ എന്നും പറഞ്ഞവർ അപ്പം തന്നെ മേലധികാരികളെല്ലാം അറിയിച്ചു. അത് പിന്നെ അവർ ട്രാക്ക് എല്ലാം കൂടെ എന്തൊക്കെയോ അഡീഷണൽ വർക്കുകൾ ചെയ്തു. ആലപ്പുഴ പാസഞ്ചർ ഏതാണ്ട് ഉദ്ദേശം ഒരു 3/4 മണിക്കൂർ കൂടുതൽ ഇവിടെ കിടന്നു. പെട്ടെന്ന് തന്നെ അത്യാവശ്യ വർക്ക് ചെയ്തു. ആ വണ്ടി കടത്തി വിട്ടു. പിന്നെ അങ്ങോട്ട് അതിൻ്റെ മെയിൻ്റനൻസ് പണിയായിരുന്നു 5 മണി വരെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നോർമലാണ്. സൈനബ ചേച്ചി 96 മുതൽ ഈ ജോലിയിലുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള പല അവസരത്തിലും പല കാഴ്ചകളും സൈനബ ചേച്ചി കണ്ടിട്ടുണ്ടാകും. ഇതുപോലൊരു കാഴ്ച മുൻപ് കണ്ടിട്ടുണ്ടോ? ഇതുപോലെ മറ്റെപ്പോഴെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. പല ഇതുകളും ഞാൻ കണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥരെ ഞാൻ അറിയിക്കാറുണ്ട്. നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു മെയിൻ പോയിന്റിലാണെങ്കിൽ
നമ്മളിപ്പം ഒരു മെയിൻ പോയിന്റിൽ നമ്മളിങ്ങനെ വേസ്റ്റ് പിറക്കി പോകുമ്പോൾ അവിടെ നീളത്തിലൊരു നട്ടും ബോൾട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 ലൈൻ വന്ന് ഒന്ന് കൂടുന്നിടത്തായിരിക്കും, അത് നീളത്തിൽ കൊടുത്തിരിക്കുക. മിക്കവാറും ചില സമയം ഈ വണ്ടി ഓടുന്ന കണ്ടുകൊണ്ട് ചിലപ്പോൾ നട്ടോ ബോൾട്ടോ ഊരി കിടന്നാൽ ഞാനത് അറിയിക്കേണ്ട, നമ്മൾ തന്നെ അത് സെറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് എൻ്റെ ഉദ്യോഗസ്ഥൻ വന്ന് അത് ശരിയാക്കും. കാരണം ലൈനിൽ എപ്പോഴും വർക്കുകാരുണ്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കിന് കുറച്ച് ദൂരം പോകണമല്ലോ, അങ്ങനെ പോയി വരുമ്പോഴത്തേക്കായിരിക്കും ഇത് ചിലപ്പോൾ ഊരുന്നത്. അന്നേരത്തിന് അവർ വന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്ത നിങ്ങൾ പൊളിയാണ് കേട്ടാ, നിങ്ങൾ മുത്താണ് ശരിക്കും പറഞ്ഞാൽ. 1996 മുതൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലുണ്ട്. നിങ്ങൾ ചെയ്ത കാര്യം അതൊരു വലിയ കാര്യമാണ്. അതിന്റെ ഒരു ചെറിയ കാര്യം പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മുമ്പിൽ വേറെ ഒന്നുമില്ല. കേൾക്കാമോ? നല്ലൊരു ചിരി ചിരിക്കാമോ? എനിക്ക് എൻ്റെ മുന്നിൽ ആ വണ്ടി നിർത്തുക എൻ്റെ ജീവനോ പിന്നെ മെറ്റലൊന്നോ പാളമൊന്നോ ഒരു ചിന്തയില്ല. എനിക്ക് ആ വണ്ടി നിർത്തുക, എൻ്റെ പ്രതീക്ഷ ആ വണ്ടി നിർത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ ഞാൻ ഓടുക. PT ഉഷ പോലും തോറ്റുപോകും, ആ സൈസ് ഓടുക ഞാൻ ഓടുന്നത്. 2ാം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവർ പറഞ്ഞു, ഇല്ല കൊച്ചിയില്ല ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, അതിനെ ഒന്ന് നോക്കൂ, അതിനെ ഒന്ന് വിളിക്കൂ എന്നും പറഞ്ഞ് നിറയെ ആളിരിപ്പുണ്ടായിരുന്നു 2ൽ. പിന്നെ ഐലൻഡ് എക്സ്പ്രസ്, കന്യാകുമാരി എക്സ്പ്രസ്സിന് പാന്. അവരുടെ ഉദ്ദേശം എന്തുവാ? ഓടി വരുന്ന ട്രെയിനിൻ്റെ മുന്നിൽ ഞാൻ ആത്മഹത്യക്ക് ഓടുവാന്നാ. ഞാൻ ഓടുന്ന ടെൻഷൻ എന്തുവാ? 4 വഴിക്കും കിടന്ന ആളുകൾ വിളിക്കുക, എന്താ ഓടുന്നത്. എനിക്ക് മറുപടിയൊന്നുമില്ല. എൻ്റെ ലക്ഷ്യം മൊത്തം ഇല്ല, വണ്ടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക, എങ്ങനെ ഓടിയെങ്കിലും അതിനെ അങ്ങ് നിർത്തുക എന്നുള്ള ലക്ഷ്യത്താൽ ഞാൻ ഓടി. എന്തായാലും അവർ നിർത്തി, കൈയൊക്കെ കാണിച്ച് അടുത്തെത്താറപ്പോൾ അവർ നിർത്തി. കാര്യം തിരക്കി എന്താണ് പിടപെടാന്ന് ഞാൻ പറഞ്ഞ നല്ല ഒച്ചത്തിലാണ് പറയുന്നത്, എനിക്ക് സംസാരിക്കാനോട്ട് വരുന്നില്ല. അണച്ച് വാരി അവിടെ നിൽക്കുക. അന്നേരം അവർ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി വെച്ച് ഓടി വന്ന് പിന്നെ കംപ്ലൈൻ്റുള്ള സ്ഥലം വന്ന് അവർ സന്ദർശിച്ചു. പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചു. കാര്യമൊക്കെ പിടിപിടിയെന്നായിരുന്നു. അതല്ല, അതിനൊരു ധൈര്യം വേണ്ടേ? ഈ സ്പീഡിൽ ഇങ്ങനെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കണം, അതിന് മുന്നിലേക്ക് ഓടി കൈ വീശി, അപ്പോൾ ആ സമയത്ത് ആ ഒരു ധൈര്യം അതെങ്ങനെ ചടുപിടാന്ന് വീണ് പോകും ശരിക്കും പറയാം. എന്ത് ചെയ്യണം എന്ന് അറിയണ്ടേ? അത് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാം. കുടുംബത്തെ കുറിച്ചൊന്ന് പറയാം. അതിനകത്ത് തന്നെ ഉള്ളവരും അത് പറഞ്ഞ് പൂർത്തിയാക്കിക്കോളൂ. കുടുംബത്തിൽ 4 മക്കള്, 2 ആണ് 2 പെണ്ണ്, 4 മക്കള്. 4 മക്കളുണ്ട്, 2 ആണ് 2 പെണ്ണും. മോളെ അയച്ചു, മൂത്ത മോളെ അയച്ചു. ഒരു മോന് ആര് ബാക്കി 2 പേര് പഠിച്ച് നിൽക്കുകയാണ്, പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. മൊത്തം 4 മക്കൾ. പിന്നെ അന്ന് മുതൽ എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത്, അവർക്ക് ആഹാരം കൊടുത്തതും എല്ലാം ഈ ഒരൊറ്റ ജോലി കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയതും. തുച്ഛമായ ശമ്പളത്തിനാണ് ഞാൻ കയറിയത്. വേറെ 500 രൂപയ്ക്കാണ് ഞാനിവിടെ കയറുന്നത്. അന്ന് ഇവിടെ ഈ ഒരു ഷെൽട്ടർ, ഈ ഒരു ബിൽഡിങ് മാത്രമേ ഉള്ളൂ. 2 ട്രെയിൻ പാളമുണ്ട്. കിഴക്കേ പ്ലാറ്റ്ഫോമിൽ മണ്ണ് ഗ്രാവലിട്ട് വരുന്നതേ ഉള്ളൂ. അന്ന് കാടും പോച്ചയും പ്ലാറ്റ്ഫോമിലെ സകലതും ചെത്തിപ്പറക്കണം. അന്ന് ഇത്രയും ട്രെയിനില്ല, പാണ്ഡ്രിക്കാറില്ല, വേസ്റ്റുകൾ വീഴാനൊന്നുമില്ല. വല്ലപ്പോഴും 1-2 പേപ്പറുകൾ കാണും, അതേ ഉള്ളൂ. പക്ഷേ മെയിൻ ജോലി എന്ന് പറയാൻ പ്ലാറ്റ്ഫോമിൽ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ പോച്ച ചെത്തുക. അന്ന് കാട് മേടുമാണ്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ പോച്ച ചെത്തി വൃത്തിയാക്കുന്നു. നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു 2-3 മണിക്കൂറേ എൻ്റെ വീട്ടിൽ ചിലവഴിക്കുന്നുള്ളൂ. കാരണം ഇത് എൻ്റെ കുടുംബം, ഇത് എൻ്റെ തറവാട്. ഇവിടെ ഒരമ്മ പെറ്റ കുറേ മക്കൾ, അങ്ങനെയാണ് ഞാൻ ഇതിനെ കരുതിയിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ക്ലീനിങ് സ്റ്റാഫായിട്ട് ആരും കാണുന്നില്ല. അവരെല്ലാം നമ്മളിലൊരാൾ. അതെ, നമ്മളിലൊരാൾ. എൻ്റെ ദുഃഖത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും എനിക്ക് ഒരുപോലെ കൈ കൊടുത്ത് ഉയർത്തുന്നവരാണ് എൻ്റെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെ സകല ഉദ്യോഗസ്ഥർ, റെയിൽവേയുടെ സകല ഉദ്യോഗസ്ഥർ. അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. എൻ്റെ കണ്ണ് നിറയും. എന്നെ അത്ര സഹായിക്കുന്നവരാണ്. എൻ്റെ എല്ലാ നന്മയിലും തിന്മയിലും ഞാനൊരു ക്ലീനിങ് സ്റ്റാഫേ അല്ല അവരുടെ മുന്നിൽ. ഞാൻ അവരിലൊരു അംഗം, അവരുടെ കുടുംബത്തിലെ ഒരു അംഗം. ഒരു തറവാടാണ് നമ്മുടെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. തീർച്ചയായിട്ടും. അപ്പം ഇത്തേക്ക് എല്ലാ തരത്തിലുമുള്ള ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതും അവിടുത്തെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തിരിച്ചും അവരോട് ആ സ്നേഹം ഉണ്ടെന്ന് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരുപാട് നന്ദി. ഒപ്പം തന്നെ നമ്മളും എന്താ പറയുന്നത്, ആശംസകൾ നേരുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ടാവട്ടെ, ഇനിയും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പം വുമൻസ് ഈവനിങ്ങിന്റെ ഭാഗമായതിൽ ഒരുപാട് നന്ദി.
ഇത്തയുടെ ഇത്തയെ നമ്മളിങ്ങനെ പ്രേക്ഷകർക്ക് മാത്രമല്ല അധികൃതർക്കും ഒക്കെ പരിചയപ്പെടുത്തുകയാണ്. എന്തൊരു ആത്മാർത്ഥതയോട് കൂടിയാണ് ഇത്ത കാര്യങ്ങൾ പറയുന്നത്. ഇത്തയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ധീരതയ്ക്കുള്ള ഒരു അംഗീകാരമൊക്കെ കൊടുക്കേണ്ടതാണ് അല്ലെ. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇപ്പൊ ചേച്ചി പറഞ്ഞു. കാരണം ആ ജീവിതത്തിന്റെ കളരിയിൽ നിന്ന് ഓരോ അനുഭവത്തിൽ നിന്നും പഠിക്കുന്ന ആ പാഠത്തിൽ നിന്ന് ലഭിക്കുന്ന ആ കരുത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല ഇത്ത എല്ലാവർക്കും മാതൃകയാണ്. കാരണം എൻ്റെ ജോലി ഇതാണ്, ഇതല്ലാതെ ഞാൻ ഒരു ഇല എടുത്ത് വെക്കില്ല എന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും മാതൃകയാണ്. അപ്പോൾ ജീവിതത്തിലും അതേപോലെ തന്നെ തൊഴിലിലും ചെയ്യുന്ന ഈ ഒരു മാതൃകാപരമായ കാര്യങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി ചേച്ചി, താങ്ക് യു. അതിപ്പോ പ്രേക്ഷകർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ എന്താണ് സൈനബയുടെ ജീവിതം, എങ്ങനെയാണ്, ആരാണ്, എങ്ങനെയാണ് അവിടെ ജോലി ചെയ്യുന്നത്, എല്ലാം വ്യക്തമായി മനസ്സിലാക്കി. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ വിമൻസ് ഈവനിങ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ വളരെ കൃത്യമായിട്ട് നമ്മൾ എന്താണ് വിമൻസ് ഈവനിങ് കൺസീവ് ചെയ്യുമ്പോൾ ഉദ്ദേശിച്ചത് അതാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടത്. എല്ലാവർക്കും മാതൃകയാണ്. ഇനി ഒരുപാട് വാക്കുകളിൽ കൂടെ അത് വിവരിച്ച് കൊളമാക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. സത്യം പറഞ്ഞാൽ മനസ്സിങ്ങനെ നിറഞ്ഞു വരികയാണ്. അതെ.